ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായ വ്യക്തിയുണ്ട്. നേരത്തെ ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ആ വ്യക്തി 90കളുടെ അവസാന കാലങ്ങളിൽ 2000ത്തിന്റെ തുടക്കം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏവർക്കും കളിക്കളത്തിൽ ആവേശമായി മാറിയ, ഓരോ ക്രിക്കറ്റ് പ്രേമിയും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആ ഹൈദരാബാദുകാരൻ, ഇന്ത്യയുടെ നായകനായ വ്യക്തി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി. രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ക്രീസിലാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തത്. കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം ലോക്സഭാ അംഗമായി. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. അദ്ദേഹം തെലങ്കാന മന്ത്രിസഭയിൽ മന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. രേവന്ത് റെഡ്ഡി നേതൃത്വം നൽകുന്ന തെലങ്കാനയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ ആദ്യ മുസ്ലിം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ ആ താരത്തിന്റെ പേരാണ് മുഹമ്മദ് അസറുദ്ദീൻ. ക്രിക്കറ്റ് സിരകളിലെത്തിയ ക്രിക്കറ്റ് ആരാധകർക്ക് ഗ്രൗണ്ടിൽ ആവേശം നിറച്ച ആ ക്യാപ്റ്റനും കളിക്കാരനുമായിരുന്ന അസറുദ്ദീൻ തന്റേതായ ശൈലി കൊണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് വാണിരുന്ന അസറുദ്ദീൻ, ആ അസറുദ്ദീൻ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ ക്രീസിലേക്ക് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ എത്തിയത് മുതൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ തെലങ്കാന കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് മുഹമ്മദ് അസറുദ്ദീൻ. തെലങ്കാന കോൺഗ്രസിന്റെ ന്യൂനപക്ഷ മുഖങ്ങളിൽ ഒരാൾ കൂടി. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും എല്ലാം അടുത്ത ബന്ധമുള്ള വ്യക്തി. ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കത്തിയാർജിക്കുന്ന സമയം തെലങ്കാന സംസ്ഥാനം യാഥാർത്ഥ്യമാക്കുമെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിക്കുന്നു. ആ സോണിയാഗാന്ധിയുമായി അടക്കം അടുപ്പമുള്ള മുഹമ്മദ് അസറുദ്ദീന് കോൺഗ്രസ് പുതിയ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തം നൽകിയിരിക്കുകയാണ്. തെലങ്കാന രാഷ്ട്ര സമിതി ഭരിച്ചു മുടിച്ച തെലങ്കാന സംസ്ഥാനം, കോൺഗ്രസ് ചിത്രത്തിലില്ലാതെ അപ്രത്യക്ഷമായ തെലങ്കാന സംസ്ഥാനം, ആ തെലങ്കാന സംസ്ഥാനത്താണ് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. എല്ലാവർക്കും അത്ഭുതമായി മാറിയ ഒരു മനുഷ്യൻ താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കി, ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചോ, ജില്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കി, ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കി, തെലങ്കാനയിൽ പദയാത്രകൾ നടത്തി, തെലങ്കാന രാഷ്ട്ര സമിതിയുടെ സർക്കാരിനെതിരായ പോരാട്ടം നയിച്ച് അദ്ദേഹം തെലങ്കാനയിലെ ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റി 2023 ഡിസംബർ നടന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കോൺഗ്രസിനെ എഴുതിത്തള്ളിയ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച ആ രേവന്ത് റെഡ്ഡിയുടെ മന്ത്രിസഭയിലേക്ക് മുഹമ്മദ് അസറുദ്ദീൻ അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. മുഹമ്മദ് അസറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിയോഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലങ്കാനയിൽ ഈ മന്ത്രിസഭയിലെ ആദ്യ മുസ്ലിം മന്ത്രിയായി അധികാരമേൽക്കുന്നു. കോൺഗ്രസ് വലിയ പ്രതീക്ഷയാണ് അസറുദ്ദീനിൽ വെച്ചു പുലർത്തുന്നത്. ഒരു ഭാഗത്ത് ഒവൈസിയെ പോലുള്ള ആളുകൾ തെലങ്കാനയിലെ യുവാക്കളെ മതവർഗീയവാദത്തിന്റെ വിഷം കുത്തിവെക്കാൻ, അവരുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ, വർഗീയവാദമല്ല, സംഘപരിവാർ ഫാസിസത്തിനെതിരെ, ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരെയുള്ള മറുമരുന്ന് വർഗീയതയല്ല, ജനാധിപത്യവും മതീതരത്വവുമാണ് ഫാസിസത്തെ തച്ചു തകർക്കാനുള്ള ഏക ആയുധമെന്ന പ്രഖ്യാപനം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിന്റെ മുഖമുദ്രയായി മുഹമ്മദ് അസറുദ്ദീൻ മാറുമ്പോൾ, ഉവൈസിയുടെയും മറ്റ് ന്യൂനപക്ഷ തീവ്ര നിലപാടുള്ള സംഘടനകളെയും പിടിയിലമർന്ന ചെറുപ്പക്കാരെ ആ കരാളഹസ്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കോൺഗ്രസിന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉത്തരവാദിത്വം കൂടി അസറുദ്ദീനിലുണ്ട്. എന്തായാലും അസറുദ്ദീൻ അക്കാര്യം ഭംഗിയായി നിർവഹിക്കുമെന്ന് കോൺഗ്രസിന് 100% ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച, കായിക മേഖലയ്ക്ക് ഇപ്പോഴും അദ്ദേഹം ക്രിക്കറ്റിന് മാത്രമല്ല കായിക മേഖലയ്ക്കെല്ലാം പുതുസ്വപ്നങ്ങൾ വിരിയിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം വീണ്ടും തെലങ്കാന മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിയായി കടന്നു വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. തെലങ്കാനയിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. എന്തായാലും മുഹമ്മദ് അസറുദ്ദീന്റെ രാഷ്ട്രീയത്തിലെ ഒരു ക്ലാസിക് ഇന്നിംഗ്സ് ആവട്ടെ ഈ മന്ത്രി പദവി എന്ന് നമുക്ക് പ്രത്യാശിക്കാം.